എത്ര വലിയ പ്രശ്നമുണ്ടായാലും തന്റെ ശക്തമായ സൈന്യത്തെ ആശ്രയിക്കാൻ പരിഹാരം തേടിയത് ഒരാളോട് മാത്രം. അവന്റെ പേര് അറിയാം ബാബ. ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് മച്ചാമാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഗൈസ് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് നമ്മൾക്ക് ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ മച്ചാമാരെ എല്ലാവരും പറഞ്ഞായിരുന്നു നമ്മുടെ ഇനിയിപ്പം 2 ദിവസം കൂടി ഉള്ളൂ നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് തീരാൻ പോവാണ്. അതുപോലെ തന്നെ പുതിയ ചാൻസ് ഡീൽ വരുമെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും വരുന്നതിനനുസരിച്ച് പറയാട്ടോ മച്ചാമാരെ. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾ എന്തായാലും കോയിനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ വന്ന സ്മൈക്കിൽ അത്യാവശ്യം നല്ല പാക്കാണ്. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗൈസ് എന്താ പറയുക, കുറേ പേര് സജഷൻ ചോദിച്ചായിരുന്നു, ബ്രോ ബാർസലോണേൻ്റെ നമ്മുടെ പുതിയ 5 പാക്ക് വന്നില്ലേ, അത് നല്ലൊരു പാക്കാട്ടോ ഗൈസ്. നിങ്ങൾ എന്താ പറയുക, പൊസിഷൻ നോക്കിയിട്ട് വേണ്ടവർക്ക് വേണമെങ്കിൽ ഒന്ന് കറക്കി എടുക്കാം. നല്ല അത്യാവശ്യം കളിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം കൊനാമിയാണ്, അവർ ആദ്യമൊക്കെ കുറച്ച് പരിപാടി ഒപ്പിക്കും, പിന്നെ നെർഫഡെന്ന് മാറ്റിത്തരും. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലിട്ട് അടക്കാം ഗൈസ്. അപ്പം ഇന്ന് വന്നിരിക്കുന്ന ഒരു കോംബോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു കോംബോയാണ്. ഞാൻ ഓൾറെഡി സെലക്ഷൻ കോൺട്രാക്ട് എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ എടുക്കാത്തതെന്നില്ല. അപ്പം ഞാൻ ഗൈസ് വേറൊന്നുമല്ല, നമ്മളപ്പോൾ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഓപ്പോണന്റ് നോക്കുകയാണെങ്കിൽ ക്രൈഫിൻ്റെ ഡബിൾ ബൂസ്റ്റർ മാനേജറിൽ ഒരു കിടിലൻ, അതായത് ഗൈസ് ഒരു കിടിലൻ ടീമാണ് വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി ബാറ്റിസ്റ്റൂട്ട പ്ലസ് നമ്മുടെ യമാലാണ്, അതും ഡബിൾ ബൂസ്റ്റർ യമാലാണ്. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു മാച്ച് ഒരു അടിപൊളി മാച്ച് ആയിരിക്കും. കാരണം പെഡ്രി ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു കിടിലൻ മാച്ച് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയൊക്കെ ഈ ഒരു എന്താ പറയുക ഒരു കംബാക്ക് ഗോളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ എന്തായാലും മച്ചാൻ നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ ബറേസിയാണ് ഇവരുടെ ക്യാപ്റ്റൻ. നമ്മുടെ ടോണി ആഡംസിനെയാണ് ഞാനിപ്പോൾ ഈ ഇടയ്ക്കൊക്കെ മാച്ചുകളിൽ ഇറക്കുന്നത്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് ഇതിൽ റൗളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയത് നമ്മുടെ ഡൊമിനിക് ഉണ്ടല്ലോ. സംഭവം ഗൈസ് ഈ ഒരു ഡൊമിനിക്കിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ നമുക്ക് ഷോർട്ട് ടൈം കാർഡ് കിട്ടിയില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഈ ഡൊമിനിക്കിൻ്റെ പണ്ടത്തെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡൊക്കെ ഉള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ മച്ചാമാരെ നിങ്ങൾ ഉറപ്പായിട്ടും എന്താ പറയുക സെലക്ഷൻ കോൺട്രാക്റ്റിൽ ആരെ എടുത്തേനും അതുപോലെ തന്നെ ഫ്രീ ട്രയൽ 21 ഫ്രീ ട്രയലും നിങ്ങൾക്ക് ആരൊക്കെയാണ് കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എൻ്റെ ഈ ഒരു അക്കൗണ്ട് പോലെ എൻ്റെ 2-3 അക്കൗണ്ടിൽ ഗൈസ് എന്താ പറയുക, ചിലതിൽ ഭാഗ്യം അടിക്കും, ചിലതിൽ ട്രിക്ക് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തപ്പോൾ 3-4 അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു വെക്കുക. ഫസ്റ്റ് വെച്ച് നമ്മുടെയാണ്. സോ എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. പിന്നെ അതുപോലെ ഗൈസ് ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് എന്താണെന്നറിയില്ല, ഇടയ്ക്കൊക്കെ ഡിഫൻസ് പൊട്ടുന്നുണ്ട്, മാനേജറിന് നെർഫഡ് ആവുന്നുണ്ട്, പവർ കുറയ്ക്കുന്നുണ്ട്. കൊനാമി അതൊക്കെ റെഡിയാക്കി തരും കേട്ടോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് വെച്ച് നമ്മുടെയാണ്. മെസ്സി ടു ജെറാഡ് ടു നമ്മുടെ ബെക്കംബർ ടു കാർലോസ് ടു നമ്മുടെ ത്രൂ പാസ് കൊടുത്തിട്ടുണ്ട്. ഗ്രീസ്മാൻ കുഴപ്പമില്ല കേട്ടോ ഗൈസ്, അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ട് കളിക്കുന്നുണ്ട്. റോബർട്ടോ കാർലോസ്. പിന്നെ മച്ചാമാരെ കുറേ പേര് ചോദിച്ചായിരുന്നു നെയ്മർ ആണോ ബ്രോ അല്ലെങ്കിൽ നമ്മുടെ മെസ്സി ആണോ 1500 പാക്കിൽ നല്ലതെന്ന്. എന്തായാലും മച്ചാമാരെ നിങ്ങൾ പാക്കിനനുസരിച്ച് എടുത്താൽ മതി. ബിഗ് ടൈം മെസ്സിയൊക്കെ ഉണ്ടെങ്കിൽ നെയ്മർ എടുക്കുന്നതായിരിക്കും ബുദ്ധിപരമായ നീക്കം. ഗ്രീസ്മാൻ്റെ ഒരു കിടിലൻ ഷോട്ട് മച്ചാമാരെ, പക്ഷെ കയറിയില്ലടാ. ഇവന്മാരുടെ ഗൈസ് സ്റ്റീഗൻ അല്ലായിരുന്നു, ഇവന്മാരുടെ ഗോളീൻ്റെ പേരൊക്കെ വോച്ച് ഇതെന്തു പേരാ ഗൈസ്, കിടിലൻ പേര് വിനി ഗൈസ്. അപ്പോൾ പെഡ്രി ടു ബെല്ലിംഗം ഗൈസ്. ഈ ഒരു ബെല്ലിംഗത്തിൻ്റെ കാർഡ് നൈസാട്ടോ. ഇർവിൻ്റെ ഒരു ഷോട്ട് ഓക്കെ. എൻ്റെ മോനെ ബാറ്റി ഗൈസ്. അപ്പോൾ ബാറ്റിയുടെ ഒരു ഫസ്റ്റ് ഷോട്ട് നമുക്ക് കാണാം. യമാലി പ്ലസ് ബാറ്റി ആട്ടോ ഗൈസ്. ഈ ഒരു ഫോർമേഷനും ഈ ഒരു കാർഡും എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നല്ലൊരു ഷോട്ട് കാണാം. കഫു എടുത്തിട്ടുണ്ട് കേട്ടോ. ഡെന്നിസ് സെർവിൻ തട്ടിപ്പോയി, ആരാടാ അത് ഇടിച്ച് ബെക്കാമെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു ഷോട്ടാണ് നമ്മുടെ ഇർവിൻ അടിച്ചത്, പക്ഷേ ബെക്കാം എടുത്തോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. അപ്പോൾ എന്തായാലും കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ബ്രോ എന്താ ഈ ഒരു മാനുവൽ ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇതൊരു എന്താ പറയുക, എൻ്റെ ഒരു ഭാഗ്യം പോലത്തെ കാർഡാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത് ആശാനെ മാറ്റാണ്ട് ഇവിടെ വച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് നല്ലൊരു ഗോളി നമ്മൾ വന്ന വഴി മറക്കരുതല്ലോ. അതുകൊണ്ട് എനിക്ക് അധികം കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു കാർഡ് കൊണ്ട്. എന്തായാലും ഗൈസ് എനിക്ക് അങ്ങനെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഈ ഒരു കാർഡ് വെച്ചിട്ട്. അത്യാവശ്യം എന്താ പറയുക, ഞാൻ അതിൻ്റെ ലാസ്റ്റ് സ്റ്റാറ്റസ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിലല്ല അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. മെസ്സിക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ബറേസി ഗൈസ് ഓൾറെഡി ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഇവർ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് മെസ്സിനെ അവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ബെല്ലിംഗം പെഡ്രി ടു ജെറാഡ് ഒരു ത്രൂ പാസ്. ഗ്രീസ്മാൻ റോഡ്രി ഗൈസ്. ഈ ഒരു റോഡ്രി കാർഡ് സീനാട്ടോ. കുറേ പേര് റോഡ്രീനെ ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചൗമണീനെയും ടോണി ആഡംസ് മെസ്സി ഫ്രാങ്കോ ബറേസി ഗൈസ്. ബാറ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാറ്റി അടിച്ചോളും കേട്ടോ, അങ്ങനൊരു ഇതുണ്ട്. പിന്നെ ഗൈസ് ഓൾറെഡി നമ്മൾ പൊസിഷൻ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഫൗൾ വന്നേനെ. പെഡ്രിയിലേക്ക് തന്നെ പോയല്ലോ. പെഡ്രി ടു നമുക്ക് നോക്കാം. ഗൈസ് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തു.
ടോണി ആഡംസ് ടു ഗ്രീസ്മൻ ടു ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ലൂയിസ് സുവാരസ് ടു സുവാരസ് ബെക്കംബർ. എടാ ഓക്കെ എൻ്റെ അതെന്താ പരിപാടി അത് മച്ചാമാര? എടാ അതെങ്ങനെടാ പോയേ? അത് സ്കിപ്പ് ചെയ്തു, നമ്മുടെ ഓപ്പോണ്ട് സ്കിപ്പ് ചെയ്തു മച്ചാമാരെടാ. കൊനാമയുടെ പരിപാടിയാണോ? കൈ തട്ടി സാധനം മുകളിലേക്ക് പറന്നുപോയി. എന്തായാലും കുഴപ്പമില്ല. റോബർട്ടോ കാർലോസ് ടു നമുക്ക് നോക്കാം. ഗോളി പിടിച്ചടാ മച്ചാമാരെ. നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഗോളി ആരാന്ന്. പിന്നെ അബിയാട്ടിനെ കുറേ പേര് എടുത്തിട്ട് എന്താ പറയുക, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ട് ഗൈസ് അപ്പോൾ നോക്കാം. ഗൈസ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് സൂപ്പർ സബ്ബാണ് വേണ്ടത്. സോ ഞാൻ മെസ്സി കിട്ടിയിട്ട് ഒരു ടേൺ കൊടുക്കാൻ പറ്റുമോ? മെസ്സി ടു ഗ്രീസ്മാൻ. ഇവന്മാർ ബെക്കംബർ. ഗൈസ് അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ബ്രോ ആരും എടുക്കുന്നത്. അപ്പം ഞാൻ ഓവൻ എടുക്കാമെന്ന് വെച്ചിട്ടാണ് വെച്ചാൽ. പിന്നെ ഓൾറെഡി ഗൈസ് നമ്മൾ ഈ ഒരു ചാനലിൽ ലൈവ് വരാത്ത വേറെ ഒന്നുമില്ല. നമ്മുടെ ടോണി എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പോൾ മച്ചാമര യമാലിൻ്റെ ഒരു ഷോട്ട് ക്ലിയർ ചെയ്തു. ആരാ അത്? ബെക്കംബർ ആകുന്നു മച്ചാമര. അപ്പം എന്താ പറയുക, നമ്മളൊരു മൈക്കിൻ്റെ കാര്യം സെറ്റാക്കുന്നുണ്ട്. വയർലെസ് ആയിട്ടുള്ളൊരു മൈക്ക്. അപ്പോൾ എന്തായാലും വരുന്നുള്ളൂ. ഞാൻ നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് ആദ്യം ഓർഡർ ചെയ്തത്. അപ്പം അങ്ങനെ ഓർഡർ ചെയ്ത സമയത്താണ് എനിക്ക് പ്രൈസ് കറക്റ്റ് അറിയില്ല. എന്തായാലും 1000 രൂപേൻ്റെ താഴെയാണ്. കഴിഞ്ഞ ദിവസമല്ല, നമ്മളിപ്പം സാധാരണ യൂസ് ചെയ്യുന്നൊരു മൈക്കുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മൈക്കിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്തോ ഒരു സൗണ്ട് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാൻ ഇനി വിചാരിച്ചു കടയിൽ പോയി നമുക്ക് പർച്ചേസ് ചെയ്താലോ. ഗൈസ് അപ്പം കിട്ടിയിട്ടുണ്ട് സുവാരസ്. എടാ എൻ്റെ പൊന്ന് ഗൈസ്, സുവാരസിനെ അടിക്കാൻ പറ്റില്ല. ഓഫ് സൈഡ് ട്രാപ്പ് ഉണ്ടായിരുന്നു. നല്ല ചാൻസ് ആയിരുന്നു കേട്ടോ മച്ചാമാരെ. അപ്പോൾ നിങ്ങളെന്തായാലും നമ്മൾ ഈ ഒരു കോംബോയിൽ യമാലിൻ്റെ കാർഡുമായി സുവാരസുമായി വിക്ടർ മെസ്സിയായി നെയ്മറിനെ ഇറക്കിയിട്ടില്ലായിരുന്ന അല്ലെങ്കിൽ നമുക്ക് MSN കോംബോ അംബാസഡേഴ്സിനെ വെച്ചിട്ടൊരു മാച്ച് കളിക്കാൻ നിന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. ഗൈസ് ഡെന്നിസ് ലോനെ നമുക്ക് ലാസ്റ്റ് ഇറക്കാം കേട്ടോ. ബെക്കംബർ ടു ഗ്രീസ്മൻ ടു പെഡ്രിക്ക് കൊടുത്തല്ലോ, അറിയാണ്ട് പറ്റിപ്പോയതാ. അയ്യോ യമാല് ഗൈസ്, ഡബിൾ ബൂസ്റ്റർ യമാല് ബാറ്റി അവിടെ ഉണ്ട്. ആ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗ്രീസ്മൻ ടു ബെക്കാം ടു മെസ്സി ടു ഗ്രീസ്മൻ ടു സുവാരസ് ടു ഗ്രീസ്മൻ ടു അയ്യോ ഈ ബെറേസി അവിടെ വന്നിട്ട് പണി മച്ചാമാരെ. മഴയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അത്യാവശ്യം സൗണ്ടിൽ തന്നെ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഡെന്നിസ് ഇർവിൻ ടു 55 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ അവന് ഓപ്പോണ്ട് ഗോൾ അടിച്ചിട്ടില്ല. വിനീനെയൊക്കെ ഞാൻ ഇറക്കിയിട്ട് കുറേ ആയി കേട്ടോ. നിങ്ങളെന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ടോണി ബ്രോ പറഞ്ഞത് എന്താ വെച്ചാൽ ലൈവിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ മച്ചാമാരെ ലൈവ് എന്താ വെച്ചാൽ ഞാൻ ഇതിൽ വരാത്ത വേറൊന്നുമല്ല. നമ്മൾ ഈ ഒരു ഫോണിൽ തന്നെയാണ് നമ്മുടെ റിയൽ സെഞ്ചു എന്ന് പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ലൈവ് വരുന്നത് ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ഇവിടുന്ന് ഒരു ടേണങ്ങനെ അടിക്കാൻ പറ്റുമോ? ഗ്രീസ്മാൻ എൻ്റെ പൊന്ന് ഗൈസ്. ബെല്ലിംഗം ഇവന്മാരുടെ ആരത് അടിച്ചു വിട്ടേ? സാബി അലോൺസോനെ ഞാൻ സബ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. സാബി അലോൺസോ ടു നമ്മുടെ സുവാരസ് ടു അണ്ണൻ അടിക്കുമോ നോക്കാം. സാബി ബെക്കംബർ കട്ടായ ഇല്ല ഗൈസ്. അപ്പോൾ ഗ്രീസ്മാനിലേക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ പെഡ്രി. അപ്പോൾ മച്ചന്മാരെ ലൈവ് ഞാൻ നോക്കുന്നുണ്ട്. ആപ്പ് സെറ്റ് ആവാത്തതുകൊണ്ട് കേട്ടോ. ആപ്പ് എന്താണെന്നറിയില്ല. ഒരു ഫോണിൽ തന്നെ നമ്മൾ ലൈവ് പോകുമ്പോൾ ഫുള്ള് ബ്ലാക്ക് കളറിൽ കാണിക്കുക. അപ്പോൾ അത് ഞാൻ റെഡിയാക്കിയിട്ട് ഉറപ്പായിട്ട് ഇതിൽ ലൈവ് വരാം കേട്ടോ. ഒന്നരാടനായിരിക്കും. ബെക്കാം ടു ജെറാഡ് ടു മെസ്സി ടു ലൂയിസ് സുവാരസ്. ഗൈസ് ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു വിശ്വാസമുണ്ട്. കഫു മച്ചാനെ അടിയടാ കഫു ഒരു ടേണ്. മെസ്സി എൻ്റെ പൊന്ന് ഗൈസ്. ഗ്രീസ്മാൻ. ഓക്കെ ഗൈസ്. അപ്പം ലാസ്റ്റ് ടൈം നമുക്ക് 71 മിനിറ്റിൽ നമ്മുടെ ഗ്രീസ്മാൻ അടിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല, നല്ലൊരു ഗോളാണ്. പിന്നെ ഗൈസ് ഓൾറെഡി നമ്മുടെ ഞാൻ പിന്നെ ഗോൾ സെലിബ്രേഷൻ കൊടുത്താട്ടോ നമുക്ക് തമ്മിലേ വെക്കുമ്പോൾ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ നോക്കാട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഫേസ് ലൈവ് ഗൈസ് നമ്മൾ എന്താ പറയുക ആ ലാപ്പിൽ പറ്റാത്ത എന്താ വെച്ചാൽ ഞാൻ കുറച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അത് റെഡിയാവുന്നില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉഷാറാക്കാം. ഇതിൽ ലൈവ് ഞാൻ പെട്ടെന്ന് തന്നെ ഇതാക്കാം കേട്ടോ. അത് ഞാൻ എന്താണെന്നറിയില്ല, എന്തോ ഒരു സ്ക്രീൻ ചെയ്യുമ്പം സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ, സ്ക്രീൻ കാണുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ വേറെ ലൈവിൻ്റെ ആപ്പുകൾ സെറ്റ് ചെയ്തിട്ട് ഗൈസ് ബെക്കംബറിനെ വിനി ഗൈസ് ഇനി ഒരൊറ്റ പ്രശ്നമുള്ളൂ. നമ്മൾ ഇവന്മാരെ മെസ്സി ഓക്കെ മെസ്സി ടു ജെറാഡ്. ഓക്കെ ഡെന്നിസ് ലോ നല്ല കാർഡാട്ടോ. നിങ്ങൾക്ക് ഇപ്പോഴാണേലും ഇറക്കാൻ പറ്റുന്നൊരു കാർഡാണ്. അയ്യോ ബാറ്റി ഓക്കെ പിടിച്ചു ഗൈസ്. 2 ടീമിൻ്റെ കയ്യിലും ഓപ്പോണിൻ്റെ കയ്യിലും ബെക്കംബർ ഉണ്ട്, നമ്മുടെ കയ്യിലും ബെക്കംബർ ഉണ്ട് ഗൈസ്. അപ്പം ബാറ്റിന് പിടിക്കണം, കാരണം ബാറ്റിക്ക് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടിക്കും. ബെക്കംബർ ഓക്കെ കഫു ടു ഗൈസ്. അപ്പം നമുക്ക് നോക്കാം. ജെറാഡ് എടാ ബെല്ലിംഗത്തിൻ്റെ ഷോട്ട് നോക്കാം. ഇല്ല കിട്ടിയില്ല ബെക്കംബർ ഗൈസ്. അപ്പോൾ എന്തായാലും
മച്ചാമാരെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മാനേജറിനെയൊക്കെ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഗൈസ് ഞാൻ കുറേ ഡിവിഷൻ മാച്ച് കളിച്ചു, അതിലൊന്നും ഒരു ക്ലൂവേട്ടിനെ പോലും കിട്ടിയിട്ടില്ല. സോ എടാ എൻ്റെ പൊന്ന് മച്ചാനെ ബെക്കംബറ നീ മുത്താണ്, ചെക്കനില്ലാതെ ഇപ്പം നല്ലൊരു പണി കിട്ടിയാൽ. പിന്നെ ഗൈസ് ഞാൻ ഓൾറെഡി റുഡ്രിഗറിന് ഇനി ഇറക്കിയാലോന്നുണ്ട്, റുഡ്രിഗർ വാൻഡിജി കോംബോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന CB കോംബോ ഒക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്ക് അതനുസരിച്ച് ചെയ്യാം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ. പിന്നെ ഗൈസ് ഓൾറെഡി എപ്പോഴും ഞാൻ ഈ യമാലിനെ നമ്മുടെ സബ്ബിൽ വെക്കും, പക്ഷേ ഇറക്കിയിട്ടില്ല, കുറേ ആയി ഇറക്കിയിട്ട്. അതെന്താ വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് 4-3-1-2 ആയതുകൊണ്ട് ഗൈസ്. അപ്പം മറഡോണ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ ആദ്യം കട്ട് ചെയ്തായിരുന്നു കേട്ടോ മച്ചാമാരെ, ആദ്യം എല്ലാം കട്ട് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിനിപ്പോൾ കുറച്ച് നേരം കൂടി ഉള്ളൂ, ഏകദേശം നമ്മുടെ മാച്ച് കഴിയാനായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പിന്നെ ഇത് 60 FPS കേട്ടോ ഞാൻ കളിക്കുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രോ ചോദിച്ചായിരുന്നു, ബ്രോയിൻ്റെ എന്താ ഇത്രയും ഇത് കിട്ടുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ടെന്നിസ് ഇർവിൻ ടു നമുക്ക് നോക്കുക ഒരു ടേണ്. എൻ്റെ പൊന്ന് ഗൈസ് മാനുവർ എടുത്തു, അല്ലെങ്കിൽ റോഡ്രി ഇപ്പോൾ ചാമ്പ്യൻ അവിടെ ഗൈസ്. അപ്പം അവന്മാർ യമാലിനെ മാറ്റിയിട്ട് നമ്മുടെ റാഫിൻഹനൊക്കെ ഇറക്കിയിട്ടുണ്ട്. എടാ പണി പാടല്ലേ, ലാസ്റ്റ് പണി പാടല്ലേ. നെയ്മർ ടു റാഫിൻഹ ടു നെയ്മർ, ഇവന്മാരുടെ കോംബോ ഗൈസ്. ഓഫ് എംബാപ്പേനെ അവന്മാർ ഇറക്കി. എന്തായാലും ഗൈസ് പോയില്ല. ഡൊമിനിക്ക് ഗൈസ് ഒരു ബ്ലിറ്റ്സ് ആണോ? അല്ല. എൻ്റെ പൊന്ന് ഗൈസ് വെക്കമ്പറ നമ്മുടെ കളി രക്ഷിച്ചു കേട്ടോ. സ്നൈഡർ ഓക്കെ, മറഡോണ നല്ലൊരു ചാൻസ് എടാ അടിക്കണ്ടായിരുന്നു, പെനൽറ്റി എടുത്തു ഗൈസ്. കുഴപ്പമില്ല എന്തായാലും മച്ചാമാരെ. അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഗോളിൽ നമ്മുടെ ഈ ഒരു മാച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മാച്ചായിരുന്നു, നല്ലൊരു ഓപ്പോണന്റ് വരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സെലക്ഷൻ കോൺട്രാക്റ്റിലൊക്കെ എടുത്ത് ആരും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ഫസ്റ്റ് അക്കൗണ്ടിൽ നമ്മൾ ഇന്നലെ ലൈവ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു ദിവസം റിയൽ സഞ്ജു എന്ന് പറഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ലൈവ് വരും, അടുത്ത ദിവസം നമ്മൾ ഈ ഒരു ചാനലിൽ ലൈവ് വരും, പിന്നെ വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ മച്ചാമാരെ. എല്ലാം കൂടെ ആയതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു മാച്ചായിരുന്നു. നമ്മൾ ഇതുവരെ ഡൊമിനിക്കിനെയും പിന്നെ നമ്മുടെ വാനിജിക്കിനെയും ഈ ഒരു കോംബോ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഡൊമിനിക്കിൻ്റെ സിംഗിൾ ബൂസ്റ്ററാണ്, പിന്നെ ബാറ്റിസ്റ്റോട്ടയുണ്ട്, നമ്മുടെ ഡബിൾ ബൂസ്റ്റർ യമാലും ഉണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാരെ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ട്ടോ.